പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂട് കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്ക് കടായാണ് വെച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചീനിച്ചട്ടിയോ ഉരുളയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൽ വെള്ളമയമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒരു അര കൈപ്പിടിയോളം ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബ്രൗൺ റൈസിൻസാണ് എടുത്തേക്കുന്നത്. നിങ്ങളിൽ ബ്ലാക്ക് ആണെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നല്ല ബബിള് പോലെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നുറുക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ പിസ്ത ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നട്ട്സ് എന്തുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കശുവണ്ടി പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് മൂത്ത് മൊരിഞ്ഞ് വരണം. ഇതുപോലെ ഉണക്കമുന്തിരി നല്ല ബബിള് പോലെ ആവണം. അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പിൻ്റെയൊക്കെ നിറം ചെറുതായിട്ട് മാറണം. ചെറിയൊരു ഗോൾഡൻ നിറമായി വരണം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. സിമ്മിലിട്ട് വേണം നമ്മളിത് ചെയ്യാനേ. അങ്ങനെ നമ്മൾ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടൊക്കെ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വാങ്ങിയതിന് ശേഷം അര കപ്പ് റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. സെമോലിന സൂചി എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. അതിപ്പം നമ്മൾ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പം 125 ml കപ്പിൻ്റെ അര കപ്പാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മളിത് ഒന്ന് വറുത്തെടുക്കണം. ഒരു കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം. മാറുന്നത് മാത്രമല്ല, ഈ നെയ്യിൽ കിടന്ന് റവ ഇങ്ങനെ നന്നായിട്ട് മൂത്ത ഒരു മണം വരുവേ. നല്ലൊരു മണം, ആ നെയ്യുടെ മണവും ആ റവയുടെ മണവും എല്ലാം നന്നായിട്ടൊരു മൊരിഞ്ഞ് വരുന്നൊരു മണം വരും. അപ്പം കളറ് മാറരുത്, വെറുതെ ബ്രൗൺ കളറൊന്നും ആവരുത്. ഇതുപോലെ ദാണ്ട ഈ ഒരു പരുവമൊക്കെ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ചൂടോടുകൂടി തന്നെ ഗ്യാസ് നമ്മൾ സിമ്മിലാക്കി വെച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് സ്പാറ്റില കൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചു പോകും. ഒരു കുറുക്കലൊക്കെ ഇളക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ സ്പാറ്റില കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള, ഞാനിപ്പം പൊടി ശർക്കരയാണ് എടുത്തേക്കുന്നത്. അത് ഇപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഇനി പോരെങ്കിൽ 1-2 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ശർക്കര ചേർത്ത് കഴിയുമ്പം ഇത് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വരികയെ. നമ്മൾ സാധാരണ കേസരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൽ നമ്മൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഹൽവയ്ക്ക് നമ്മളിതുപോലെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇനി നന്നായിട്ടിങ്ങനെ സ്പാറ്റില കൊണ്ട് ഉടച്ച് തേച്ച് നന്നായിട്ടിങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണേ. ഇപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി ഞാനിവിടെ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കട്ടിയായി കുറുകി വരുന്തോറും നമ്മൾ കുറച്ചായിട്ട് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. എങ്കിലേ നല്ലൊരു മണം വരത്തുള്ളേ. ഒരുപാട് നെയ്യൊന്നും വേണ്ട. ഇനി നെയ്യ് ഒരുപാട് വേണ്ട എന്ന് തോന്നുന്നവരാണെങ്കിൽ പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തേക്കുന്നത്. കാരണം ആ നെയ്യുടെ മണമാണ് ഈ ശർക്കരയും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ ഇത് ഏലക്കാപ്പൊടി പൊടിച്ചത് എൻ്റെ കയ്യിൽ തീർന്നു പോയി കേട്ടോ. ഉള്ളത് ഞാനങ്ങ് തട്ടിയിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ അതിൻ്റെ ഒരു മണം പോരാഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു 2 ഏലക്കയും കൂടെ കൈ കൊണ്ട് പിച്ചിക്കറിയൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനത്തെ ഞാൻ 2 ഏലക്കയും കൂടെ ഇതുപോലെ കൈകൊണ്ടൊന്ന് പിച്ച് കീറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ എത്രയായാലും പൊടിച്ച് ചേർക്കുന്നതിൻ്റെ മണമൊന്നും ഇതുപോലെ കൈകൊണ്ട് പിച്ച് കീറി ചേർത്താലൊന്നും കിട്ടത്തില്ല. ഇനി ഇതുപോലെ നന്നായിട്ട് ഈ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ ചാനൽ ഒത്തിരി റെസിപ്പീസും വ്ളോഗ്സും അതുപോലെ തന്നെ കിച്ചൺ ടിപ്സും അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഇടണേ. അതുപോലെ തന്നെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിരുന്നുകാരെ ഇരുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാമേ. അപ്പോൾ ഞാനിത് ഇതേപോലൊരു പരന്നൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യൊക്കെ തടവി വെച്ചു. അതിലാണ് ഞാൻ ഈ
ഹൽവ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ചെയ്യാം. അല്ല നമ്മളെ കയ്യിൽ കുറച്ച് ഭംഗിയായിട്ടുള്ള ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു പാത്രമോ മോൾഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ചെയ്യാമേ. ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കണം. ഇതുപോലെ സ്പാറ്റില കൊണ്ട് നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നെയ്യൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ നമ്മൾ പ്രസ്സാകുമ്പോൾ നന്നായിട്ടിങ്ങനെ പ്രസ്സായിട്ടങ്ങ് ഇരുന്നോളും. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ചുവട് ഭാഗം കൊണ്ട് അല്ലെങ്കിൽ തവിയുടെ ഏതെങ്കിലും ബാക്ക് സൈഡൊക്കെ കൊണ്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഒന്ന് അമർത്തി കൊടുക്കാം. ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസിലും ചൂടുണ്ട്. ഞാൻ ആ ഒരു ഗ്യാസിൽ വെച്ചിട്ടാണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു അടുപ്പിൻ്റെ ചൂടൊന്നും മാറിയിട്ടില്ല. ഇതുപോലെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് വെച്ച് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം സെറ്റായിട്ട് കിട്ടും. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം ഒരു ഡെസേർട്ടായിട്ടൊക്കെ കൊടുക്കാൻ, ഒരു സ്വീറ്റായിട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ ഓരോ പീസ് മുറിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുമ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടല്ല, ഇതിവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ. നെറ്റ് കൊണ്ട് മൂടി വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ നീരാവി വരും, അതുകൊണ്ടാണ്. എന്നിട്ട് 2 തട്ടൊക്കെ തട്ടിയതിന് ശേഷം ഇതേപോലെ കമിഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഞാനിപ്പം അറ്റത്ത് മാത്രം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുവാണ്. കാരണം ബാക്കി എനിക്ക് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ കാണിക്കുവാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്വീറ്റുമാണ്. ഈ നട്ട്സിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്, നെയ്യുടെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ശർക്കരയുടെയൊക്കെ നല്ല മധുരം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് തണുപ്പിച്ച് കഴിക്കണമെന്നുള്ള അവർക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ബാക്കി വന്നത് ഞാൻ ഇതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തണുപ്പിക്കുമ്പം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി വെച്ചതാണ്. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം എടുത്തപ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.